നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ നരസിംഹാവതാരം എന്ന 25ാമത്തെ ദശകത്തിലെ അന്തിമ ശ്ലോകം, 10ാമത്തെ ശ്ലോകം. ഏവം നാടിതരൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിധ ശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമൻ അത്യന്തശുദ്ധാകൃതേ തത്താദൃന്നിഖിലോത്തരം പുനരഹോ കസ്ത്വാം പരോ ലംഘയേത് പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാത് പാഹി മാം. പ്രിയമുള്ള പ്രേക്ഷകർ, പദച്ഛേദം ശ്രദ്ധിക്കുക. ഏവം നാടിത രൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിധ ശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമൻ അത്യന്തശുദ്ധാകൃതേ തത്താദൃന്നിഖിലോത്തരം പുനഃ അഹോ കഹ ത്വാം പരഃ ലംഘയേത് പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാത് പാഹി മാം. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം നമുക്ക് ചർച്ച ചെയ്യാം. ഏവം നാടിത രൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിധ ശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമൻ അത്യന്തശുദ്ധാകൃതേ തത്താദൃന്നിഖിലോത്തരം അഹോ പുനഃ കഹ ത്വാം പരഃ ലംഘയേത് പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ മാം സർവാമയാത് പാഹി. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ഇത്തരം അങ്ങേയറ്റം രൗദ്രഭാവത്തോടു കൂടിയ ക്രിയകളെ നടിച്ചവനും സർവവ്യാപിയും നൃസിംഹതാപനീയമെന്ന ഉപനിഷത്തിൽ വളരെ സ്പഷ്ടമായി പ്രതിപാദിച്ചിട്ടുള്ളവനുമായ മാഹാത്മ്യങ്ങളോടു കൂടിയവനും അത്യന്തശുദ്ധ സ്വരൂപനുമായ ഭഗവൻ, എല്ലാവരിലും വെച്ച് എല്ലാറ്റിലും വെച്ച് ശ്രേഷ്ഠനായ അവിടുത്തെ അതിക്രമിക്കുവാൻ മറ്റാർക്ക് കഴിയും? ആർക്കും സാധിക്കുകയില്ല എന്ന് സാരം. ഇപ്രകാരം എന്നെയും ഈ ദുരിതമയമായ രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന് നാരായണ ഭട്ടതിരി പ്രസ്തുത ശ്ലോകത്തിലൂടെ സാക്ഷാൽ ഭഗവാനോട് അപേക്ഷിക്കുന്നു. നമസ്തേ.